ഹലോ എവരിവൺ, എല്ലാവർക്കും AZ Academy പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ IB ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻസ് എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി തീയതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിനുവേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്, അതിൽ എന്താണ് സിലബസ് എന്നുള്ളത്, എങ്ങനെയായിരിക്കും എക്സാം എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, വെച്ച് താമസിപ്പിക്കുന്ന നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ IB എന്ന് പറയുന്നത് ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് വിളിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ്. ഓക്കെ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ് പറയുന്നത് ഇന്റലിജൻസ് ബ്യൂറോ വിളിക്കുന്നത്. ബാക്കിയുള്ള എന്തറിയായിരിക്കും പൊതുവെ ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ പൊതുവെ വിളിക്കുന്നത് നമ്മളെ ഈ പറയുന്ന ആർമി ആയിട്ട്, നേവി ആയിട്ട്, എയർഫോഴ്സ് ആയാലും വിളിക്കുന്നത് പൊതുവെ ഡിഫൻസിൽ നിന്നായിരിക്കും. ഇത് വിളിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നാണ് പറയുന്ന ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷൻ 2025 ചെയ്യുന്നത് ഈ വട്ടത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ പറയുക പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് ആയിട്ടുള്ള നോൺ മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഗ്രൂപ്പ് C ആയിട്ടുള്ള ഈ പറയുന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പേ സ്കെയിൽ വരുവാണെങ്കിൽ എന്താണ് 21,700 മുതൽ 69,100 വരെ വരുന്ന ഒരു പേ സ്കെയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന IB നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ തന്നെ 20% അടുപ്പിച്ച് എന്ത് ചെയ്യും നിങ്ങൾക്ക് അലവൻസും മറ്റും എന്ത് ചെയ്യുന്നതാണ്, ഗവൺമെന്റ് അലവൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ചെറിയ നിങ്ങളുടെ ലീവ് ദിവസങ്ങൾ മറ്റൊക്കെ എന്ത് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ശമ്പളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യും വരുന്നത് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പ്രധാനമായിട്ടും അതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തൊരു കാര്യം കൂടിയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് ആണ്. ഓക്കെ, 10ാം ക്ലാസ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. മെട്രിക്കുലേറ്റ് അതായത് 10ാം ക്ലാസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ്, നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളമാണ്. അതേപോലെ മലയാളം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോർഡിൽ താമസിക്കുന്ന സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ തമിഴായിരിക്കാം, കന്നഡ ആയിരിക്കാം പഴകുന്നത്. ആ പറയുന്ന ലോക്കൽ ലാംഗ്വേജ് നല്ല രീതിയിൽ നല്ല അറിവുള്ളവരായിരിക്കണം നിങ്ങൾ. ഓക്കെ, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നവരായിരിക്കും, നല്ല രീതിയിൽ കോൺവെർസേഷൻ നടത്താൻ കഴിയുന്നവരായിരിക്കണം നല്ലത്. ഓക്കെ, ഇൻഫോർമേഷൻസ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ഹോം ഓഫീസിന് കീഴിൽ ഇന്റലിജൻസ് ബ്യൂറോ വിളിച്ചിട്ടുള്ള സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അതേപോലെ ഫീൽഡ് എക്സ്പീരിയൻസ് ഇൻ ഇന്റലിജൻസ് വർക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഇന്റലിജൻസ് വർക്സിലൊക്കെ എന്ത് ചെയ്യുക മുമ്പ് ഫീൽഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, മുമ്പൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കുന്നത് നന്നായിരിക്കും. ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. ഓക്കെ, 18 മുതൽ 27 വയസ്സിനാണ് പൊതുവായിട്ട് ഏജ് ലിമിറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, എങ്ങനെയൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് ആയിരിക്കും ടയർ എന്ന് പറഞ്ഞാൽ 3 ടയർ വെച്ചായിരിക്കും പുതിയ എക്സാം നടക്കുന്നത്. അതായത് ഒന്നാമത്തെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എക്സാമിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ SSC ആയിക്കോട്ടെ PSC ആയിക്കോട്ടെ നടത്തുന്ന പോലെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടൊരു എക്സാം ആയിരിക്കും ആദ്യമേ നടത്തുക. ഓക്കെ, MCQ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് പാർട്ട് ഓൺലൈൻ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, CBT ബേസ്ഡ് ആയിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും ടയർ 2 എന്ന് പറയുന്നുണ്ട്. ടയർ 2 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിട്ടൺ എക്സാം ആണ്. നോക്കി കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ഓഫ് 500 വേർഡ്സ് ഫ്രം ലോക്കൽ ലാംഗ്വേജ് ഡയലക്ട് ടു ഇംഗ്ലീഷ് ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളത്. ഏകദേശം 50 വേർഡ്സ് 500 വേർഡ്സ് മലയാളത്തിൽ ലോകം തിരിച്ച് ഇംഗ്ലീഷിലോട്ട് എന്ത് ചെയ്യാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയണം. അതാണ് രണ്ടാമത്തെ. വളരെ വലിയ ബാലികാര മലയൊന്നും അല്ല. അത്യാവശ്യം ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളവർക്ക് തിരിച്ചും മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. കോമൺ സെൻസും അത്യാവശ്യം ലോക്കൽ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്നതാണെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് 500 വേർഡ്സ് എന്നൊക്കെ പറയുന്നത്. ടയർ 3 എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. കാരണം ഇന്റലിജൻസ് ബ്യൂറോയിലെ പ്രസ്റ്റീജിയസ് ഓർഗനൈസേഷനിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ജോബ് ലഭിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കാലിബറുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അത്ര നല്ല വ്യക്തിയാണോ ഒക്കെ എന്ത് ചെയ്യാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ജോലിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണെങ്കിൽ പൊതുവെ എന്ത് ചെയ്യുന്നത് 3 ടയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടയർ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ജനറൽ അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ന്യൂമറിക്കൽ അനലിറ്റിക്കൽ ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ജനറൽ സ്റ്റഡീസ് ഉണ്ട്. ജനറൽ സ്റ്റഡീസ്, GK, കറണ്ട് അഫയേഴ്സ് സെക്ഷന്, ന്യൂമറിക്കൽ എബിലിറ്റി, മെന്റൽ എബിലിറ്റി, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് മാത്തമാറ്റിക്സ് ഒക്കെ വരുന്ന ഒരു പോർഷനാണ്. സാധാരണ SSC PSC പോലത്തെ പോർഷൻ തന്നെയാണ് ചെയ്യുന്നത് ഈ എക്സാമിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് സെക്ഷന് 100 മാർക്കാണുള്ളത്. ഓക്കെ, 1 മണിക്കൂർ 100 മാർക്കുള്ളത്. അതേപോലെ തന്നെ 1/4 ഒരു തെറ്റുത്തരത്തിന് 1/4 മാർക്ക് വ്യക്തിയും പോകുന്നത് ആയിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷന് 50 എന്ത് ചെയ്തു 50 മാർക്കാണ് മൊത്തത്തിലുള്ളത്. 1 മണിക്കൂറാണുള്ളത്. അതിനകത്ത് നെഗറ്റീവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, നെഗറ്റീവ് മാർക്കിനെ കുറിച്ചൊന്നും അതിനകത്ത് പറയുന്നില്ല. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ 50 മാർക്കിനായിരിക്കും. സമയമൊന്നുമില്ല. നിങ്ങളുടെ ഇന്റർവ്യൂവിന് എത്ര നേരം സമയമാണ് എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും സമയം വരുന്നത്. 50 മാർക്കാണ് ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുപ്പിച്ച് എന്തെങ്കിലും അതിൽ 40-45 ലഭിക്കുകയാണ് സുഖമായിട്ട് എന്ത് കയറി പോകുന്നതാണ്. ഓക്കെ,
പിന്നെ നമ്മൾ ഓരോ ടോപ്പിക് വൈസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ്, അത് ജനറൽ ടോപ്പിക് വരും, ജനറൽ നോളജ് വരും, ആനിമൽസും ഫേമസ് പേഴ്സണാലിറ്റികൾ ഏതെല്ലാമാണത്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഫസ്റ്റ് ലാർജസ്റ്റ് എക്സെട്ര ഇൻ ദ വേൾഡ്, ബിൽഡിങ്സ്, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, കലണ്ടേഴ്സ്, ലാംഗ്വേജസ്, കൺട്രീസ്, മ്യൂസിക്, കറൻസീസ്, റീജിയൻസ്, ആർഡഡ് ഇന്റലിജൻസ്, പ്യൂർ സെക്യൂരിറ്റി സിലബസ്, അതേപോലെ തന്നെ ഡാൻസ്, സ്റ്റാഞ്ചുറീസ്, ഡിസാസ്റ്റർ വേൾഡ് ഓർഗനൈസേഷൻസ്, എൻവയോൺമെന്റ്, സ്റ്റാറ്റിക്കൽ ഡേറ്റ, ഫാഷൻ പ്രൈസ് ആൻഡ് അവാർഡ്സ്, ഫേമസ് പ്ലേസസ്, ട്രേഡ് അവയർനെസ്, ജനറൽ സ്റ്റഡീസ് ഓഫ് സോളാർ സിസ്റ്റം, യൂണിവേഴ്സിറ്റി എടുക്കുന്നത് പറഞ്ഞ എന്ത് ഒരു വലിയ ടോപ്പിക് ഇന്ത്യയെ പറ്റി അവിടെ കാണാൻ പറ്റും. അതായത് ജനറൽ ടോപ്പിക്കുകൾ ഏതെല്ലാമാണ്, ഈ അടുത്തിടെയായിട്ടുള്ള ആനിമൽസ് ഏതെല്ലാമാണ്, പ്രധാനമായിട്ടുള്ള എക്സിൻറ്റ് ആയിട്ടുള്ള ആനിമൽസ് ആവാം, നാഷണൽ പാർക്കുകളാവാം, ഇതിലെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാവാം, ബുക്സ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതെല്ലാമാണ്, അതിൻ്റെ ഓതേഴ്സ് ഏതെല്ലാമാണ്, കലണ്ടേഴ്സ്, ഓക്കെ, ഓരോ കലണ്ടറുകൾ അത് ഏതൊക്കെ ലാംഗ്വേജിൽ പെടുന്ന, നമ്മുടെ മലയാള മാസം അങ്ങനെയുള്ള മാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാ സംവിധാനങ്ങൾ, കൺട്രി, ഓരോ രാജ്യങ്ങൾ ഓരോ മ്യൂസിക് ഉണ്ട്. ഇപ്പോൾ ലെബനീസ് മ്യൂസിക്, ഇന്ത്യൻ ക്ലാസിക് മ്യൂസിക് അല്ലേ, നമ്മൾ ഈ പറയുന്ന ഹിന്ദുസ്ഥാനി മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്, നമ്മുടെ മ്യൂസിക് രണ്ടായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിലെ മ്യൂസിക് എങ്ങനെയാണ് സംഭവങ്ങൾ, ഓക്കെ. അതുപോലെ ഡിസാസ്റ്റേഴ്സ്, അതുപോലെ ബന്ധപ്പെട്ട അതുപോലെ വേൾഡ് ഓർഗനൈസേഷൻസ് ഏതെല്ലാമാണ്, അതുപോലെ ഡാൻസുകൾ ഏതെല്ലാമാണ്, ഓക്കെ. ഇതെല്ലാം കോമയുണ്ട് കേട്ടോ, ഇതിനിടയിൽ കോമയുണ്ട്, ഓക്കെ. ഡാൻസസ്, സാങ്ച്വറീസ് അല്ല, അതേപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതെല്ലാമാണ്, ഓക്കെ. അതുപോലെ ആനിമൽസ് ഏതെല്ലാമാണ്, ഫേമസ് പേഴ്സണാലിറ്റീസ്, ആനിമൽസ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടുള്ള എക്സ്റ്റെൻറ്റ് ആയിട്ടുള്ള, അതായത് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഏതൊക്കെ റെയർ ആയിട്ടുള്ള ആനിമൽസ് കാണപ്പെടുന്നത്, ഫേമസ് പേഴ്സണാലിറ്റീസ് എല്ലാമാണുള്ളത്, ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ഏതാണ്, ചെറുതാണ്, ഏറ്റവും വലിയ വാട്ടർഫാൾസ് ഏതാണ്, ഏറ്റവും വലിയ കോണ്ടിനെന്റ് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അത് പറയുന്നത്, ഓക്കെ. അതിൽ പൊല്യൂഷന്, ജനറൽ ജോഗ്രഫി, ജനറൽ ഹിസ്റ്ററി പാർട്ട്, അതേ പൊളിറ്റി, എക്കണോമിക് സ്റ്റഡി, ജനറൽ പൊളിറ്റി ഒക്കെ വരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് പാർട്ടിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്, ഓക്കെ. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ്, സ്പോർട്സ്, റിക്രിയേഷൻ, കറണ്ട് അഫയേഴ്സ് ഇതെല്ലാമാണ്. അതേപോലെ തന്നെ അടുത്തിട്ടുള്ള നാഷണൽ, ഇന്റർനാഷണൽ, അതേപോലെ തന്നെ നമ്മുടെ റീജിയണൽ ആയിട്ടുള്ള വാർത്തകൾ ഏതെല്ലാമാണ്, എക്കണോമി ഏതെല്ലാമാണ്, സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ വ്യത്യാസങ്ങൾ ഏതെല്ലാം, ഇപ്പോൾ റോക്കറ്റ് സയൻസിലായിക്കോട്ടെ, ബയോടെക്നോളജിയിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, ഈ കാര്യങ്ങളായിട്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത്, ട്രേഡ് അവയർനെസ് ഏതെല്ലാമാണെന്നുള്ളത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ സംവിധാനങ്ങളായിക്കോട്ടെ, ട്രേഡ് താരിഫ്സുകളായിക്കോട്ടെ, നമ്മുടെ അടുത്ത ട്രേഡ് എഗ്രിമെന്റുകളായിക്കോട്ടെ, ഇതിനെക്കുറിച്ച് ഓർത്ത് വെക്കുക. അതേപോലെ മിസ്ലേനിയസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ്. അതായത് സ്പോർട്സ് അവാർഡ്സ്, ബുക്സ്, ഓതേഴ്സ്, അതേപോലെ തന്നെ ഫേമസ് പേഴ്സണാലിറ്റീസ് അവാർഡ്സ്, ഫിലിം അവാർഡ്സുകൾ, അതേപോലെ സംവിധാനങ്ങളൊക്കെ അതൊക്കെ പഠിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ എലമെന്ററി മാത്തമാറ്റിക്സ്, അരിത്തമെറ്റിക്, നമ്പർ സിസ്റ്റം, സ്ക്വയർ റൂട്ടുകൾ, ക്യൂബ് റൂട്ടുകൾ, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ, HCF ആൻഡ് LCM, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതേപോലെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, സിംപ്ലിഫിക്കേഷൻ, വേരിയേഷൻ, ചെയിൻ റൂള്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അംശബന്ധം മറ്റു വരുന്ന ഭാഗങ്ങളാണ്. ആവറേജ്, ലോഗരിതം, അതേപോലെ പ്രോബ്ലംസ് ഓൺ ഏജസ് വരുന്നത്, ഓക്കെ, പ്രായമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ബോട്ട് ആൻഡ് സ്ട്രീം, ക്ലോക്ക് ആൻഡ് കലണ്ടർ, ഓക്കെ. അതേപോലെ തന്നെ മിക്സ്ഡ് അലിഗേഷൻ, പൈപ്പ് ആൻഡ് സിസ്റ്റൻസ്, റേസ് ഗെയിംസ്, പ്രോബ്ലംസ് ഓൺ ട്രെയിനുകൾ, അതായത് ഒരു ട്രെയിൻ ഇവിടുന്ന് വിട്ടു 15 മിനിറ്റ് എടുത്ത് ഒരു പാളം ക്രൂസ് ചെയ്യാൻ വരുന്ന ചോദ്യങ്ങളെ കൊണ്ടുള്ള അതൊക്കെ, ടൈം ആ വർക്ക് ആൻഡ് ഏജസ്, ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റുകൾ ഇതെല്ലാമാണ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും ഏതെല്ലാമാണ്, പാർട്ട്ണർഷിപ്പുകൾ ഏതെല്ലാം, ഡിസ്കൗണ്ടുകൾ ഏതാണ്, അഡ്മിനിസ്ട്രേഷൻസ്, ഏരിയാസ്, വോളിയംസ്, അതേപോലെ പെരിമീറ്റേഴ്സ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ നമ്മുടെ സാധാരണ SSC ടോപ്പിക്ക് പോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും അതിനകത്തില്ല. അതേപോലെ തന്നെ വോളിയം, സർഫസ് ഏരിയ, സോളിഡ്, ടോട്ടൽ സർഫസ് ഏരിയ, അതേപോലെ സർഫസ് ഏരിയ എന്തെല്ലാമാണ്, ഓക്കെ. കർവ്ഡ് സർഫസ് ഏരിയ ഏതിനാ, CS, ഇതെല്ലാം ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പൊതുവായിട്ട് ജോമെട്രി കവർ ചെയ്യും. ന്യൂമറിക്കൽ എബിലിറ്റി നമ്മൾ പൊതുവായിട്ട് ഈ പറയുന്ന സിംപ്ലിഫിക്കേഷൻ, ഫ്രാക്ഷൻസ് മറ്റെന്ത് കവർ ചെയ്ത് പോകും, റേഷ്യോ പ്രൊപ്പോർഷൻ കവർ ചെയ്ത് പോകും, പ്രോഫിറ്റ് ആൻഡ് ലോസ് കവർ ചെയ്ത് പോകും, ആവറേജ് കവർ ചെയ്ത് പോകും. ഇതൊക്കെ എന്ത് കവർ ചെയ്ത് നമ്മൾ SSC ടോപ്പിക്ക് തന്നെ, SSCയുടെ തന്നെ ടോപ്പിക്ക് തന്നെയാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത്. റീസണിങ് അബിലിറ്റിക്കകത്ത് പൊതുവെ വരുന്നത് വെർബൽ ടെസ്റ്റുകൾ, ലീനിയർ അറേഞ്ച്മെന്റ്, കോംപ്ലക്സ് അറേഞ്ച്മെന്റ്, അനലോളജി, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സീരിയസ് ടെസ്റ്റുകൾ, ബ്ലഡ് റിലേഷൻ, സിമ്പിൾസ് നോട്ടിഫിക്കേഷൻ, ആൽഫബറ്റിക്കൽ ടെസ്റ്റ്, ഡേറ്റ സഫിഷ്യൻസി, ലോജിക് ടെസ്റ്റുകൾ, സിലോജിസം വരുന്നത്, സ്റ്റേറ്റ്മെന്റ് അസംഷൻസ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് ആക്ഷൻസ്, നോർമൽ ടെസ്റ്റുകൾ, പ്രോബ്ലം സ്പെസിഫിക് സിമെട്രി, വിഷ്വൽ എബിലിറ്റി, ക്ലാസിഫിക്കേഷൻ, സീരീസ്, അനലോളജി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായത് ചില പാട്ടുകളൊക്കെ തന്നതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ഒരു വട്ടം മുറിച്ച ശേഷം പല പാർട്സിനു ശേഷം ഇതിന് പാർട്ട് ഏതാ കണ്ടുപിടിക്കുക, അതേപോലെ ചില ജോമെട്രിക്കൽ ഫിഗേഴ്സിന് ശേഷം ഇത് ഏതുമായിട്ട് മാച്ച് ചെയ്യുന്നുള്ളത് പറയുക, ഇതെല്ലാം എന്ത് ചെയ്യുന്നത് ആ കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഓക്കെ. അതിൽ ഇംഗ്ലീഷിനകത്ത് നോക്കുകയാണെങ്കിൽ സിനോണിംസ്, ആന്റോണിംസ്, ആനോളജീസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇംഗ്ലീഷ് പ്രൊഫഷൻസി, ഇഡിയംസ്, സബ്സ്റ്റിറ്റ്യൂഷന്, സെന്റൻസ് ഫോർമേഷൻ, സെന്റൻസ് കംപ്ലീഷന്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, സെന്റൻസ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. പാരഗ്രാഫ് ഫോർമേഷൻ, പാരഗ്രാഫ് കംപ്ലീഷന്, ഫിൽ ഇൻ ദ ബാങ്ക്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ക്ലോസ് ടെസ്റ്റ്, ഇംഗ്ലീഷ് യൂസേജ് എറേഴ്സ്, കോമൺ എറർ, സ്പോട്ടിംഗ് എറർ, സെന്റൻസ് കറക്ഷന്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ നമ്മുടെ സാധാരണ SSC ടോപ്പിക്കാണ്. SSCക്ക് നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതിനോടൊപ്പം തന്നെ വാക്കുകൾ വെച്ച് റീജിയണൽ കാര്യങ്ങളോട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. റീജിയണൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരുന്ന് പഠിച്ചു വെക്കുക. പൊതുവെ നടക്കുന്ന ഇന്റർനാഷണൽ ന്യൂസുകൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക.
ഇന്റർനാഷണൽ യൂണിറ്റ്സ്, ഇന്റർനാഷണൽ അവാർഡ്സും മറ്റും ഓർത്തിരിക്കും. ഇംഗ്ലീഷ് നമ്മുടെ SSCക്ക് നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോകുക. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷന് കൂടെ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലൊക്കെ വായിച്ചിട്ട് പോകുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പ്രധാനമായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാത്സിനകത്ത് പൊതുവേ വരുന്നത് നമ്മുടെ ഈ പറയുന്ന ഐബിയുടെയൊക്കെ എന്ത് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് എപ്പോഴും നന്നായിരിക്കും. അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ഈ പറയുന്ന സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യമൊക്കെ നമുക്ക് എന്ത് എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ബേസ് തൊട്ട് ഞങ്ങൾ പഠിച്ചു തുടങ്ങി ഘട്ടമായിട്ട് തീർത്ത് വരുമെന്ന് പറയുന്നത് ശരിയല്ല. എന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ നല്ല സ്മാർട്ട് വർക്കൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മാത്സ് നല്ല രീതിയിൽ SSC ഒക്കെ ഭാഗങ്ങളൊക്കെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക നന്നായിരിക്കും. റീസണിംഗ് ഒക്കെ പറയുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിക്കോട്ടെ, കോഡിംഗ് ഡീകോഡിംഗ് ആയിക്കോട്ടെ, സിലോജിസം ആയിക്കോട്ടെ, ഒക്കെ ഇതൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. കറണ്ട് അഫെയർസ് സെക്ഷൻസിനകത്ത് പൊതുവേ ഈ പറയുന്ന നമ്മുടെ തൊട്ട് മുമ്പ് മാസം തൊട്ട് പുറമോട്ടേക്ക് എന്ത് ചെയ്യുക, ഒരു 2 വർഷം അടുപ്പിച്ച് 1.5-2 വർഷം അടുപ്പിച്ചുള്ളതൊക്കെ എന്ത് നല്ല രീതിയിൽ ഓർത്ത് പഠിക്കുന്നത്. ഗവൺമെൻറ് സ്കീമുകൾ ഏതെല്ലാമാണെന്നുള്ളത്, ഇന്റലിജൻസ് ബ്യൂറോയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ പുതിയ ചെയർമാനായിട്ട് മാറിയിട്ടുള്ള പ്രധാനമായിട്ടും ബുക്സ് ആൻഡ് ഓതേഴ്സ്, പ്രധാനപ്പെട്ട പ്രശസ്തമായ ബുക്കുകൾ ആരെല്ലാമാണ്, അതിൻ്റെ ഓതേഴ്സ് ആരെല്ലാമാണ്. ഓക്കെ, അതുപോലെ ഇപ്പം നരേന്ദ്രമോദി ഇറങ്ങിയിട്ടുണ്ട്, ശശി തരൂർ ഇറങ്ങിയിട്ടുണ്ട്, ദ്രൗപദി മുർമുവിൻ്റെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തികളുടെയൊക്കെ എന്ത് ചെയ്യുക, പുസ്തകങ്ങൾ ആരെല്ലാമാണ്, അത് ആരെല്ലാം എഴുതിയിട്ടുണ്ടെന്നൊക്കെ എന്ത് ചെയ്യുക, അറിയാൻ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് പഠിക്കുക. അതെന്ത് ചെയ്യുക. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴും പറയുന്നത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോകുക. അതേപോലെ തന്നെ പഠിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റ് ഇതുപോലെ ആൻഷ്യൻ്റ് ഇന്ത്യ, അതേപോലെ തന്നെ മിഡീവൽ ഇന്ത്യ, അതേപോലെ നമ്മുടെ മുഗൾ പീരീഡൊക്കെ എന്ത് ചെയ്യുന്ന നല്ല രീതിയിൽ പഠിക്കുന്നത് എപ്പോഴും നന്നായിരിക്കണം. പൊതുവെ ചോദ്യമൊക്കെ വരുന്ന ഈ പറയുന്ന പീരീഡിലൂടെയാണ്. ഓക്കെ, അതേപോലെ ഈ ഐബിയുടെ എക്സാം പഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ HSCയുടെ ചില എക്സാം, അതായത് CHSലെ പോലുള്ള എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം പാറ്റേണൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞാൽ ഈ പറയുന്ന സിലബസ് ഒക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടഫ്നെസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വലിയ പേടി വരത്തില്ല. അപ്പോൾ ഇത് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, മറ്റേത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആത്മവിശ്വാസം നമുക്ക് വരും. അതുകൊണ്ട് എന്ത് അതും കൂടെ എന്ത് വെച്ച് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എനിക്കത് നിങ്ങളുടെ എബിലിറ്റി എത്രത്തോളം നിങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കറിയാം. നമ്മുടെ തലച്ചോറിൻ്റെ ഒക്കെ ഇച്ചിരി നല്ല രീതിയിലൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ SSCയുടെ ഒക്കെ ചോദ്യങ്ങൾ ഇപ്പോൾ നല്ല രീതിയിലേക്ക്, കാരണം ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും പൊതുവെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, ഇപ്പോഴും നന്നായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സംവിധാനമാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോഴേ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് എന്ത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും ഉചിതം പറയുന്നത്. ഓക്കെ, അത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള മെമ്മറി എന്ത് ബൂസ്റ്റ് ചെയ്യാനായിക്കട്ടെ, പഠിച്ചു വെച്ച സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കാനായിക്കട്ടെ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, റീജിയണൽ ലാംഗ്വേജസ് അറിയുക, റീജിയണൽ വാർത്തകൾ വായിക്കുക, റീജിയണൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതേപോലെ ഇന്റർനാഷണൽ ഇന്ത്യൻ ന്യൂസുകളൊക്കെ മറ്റെന്ത് ചെയ്യുക, നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ACDB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് IB സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ഒരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ACDB അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാനും മോക്ക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് പഠിക്കണമെന്നുള്ളത് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യും. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ കറണ്ട് അഫെയർസ് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് അഫെയർസ് മന്ത്ലി ആയിട്ട് വീക്കിലി ആയിട്ട് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ട്, ഡൗട്ട് സോൾവിംഗ് സെക്ഷൻസ് ഉണ്ട്. ഡൗട്ട് മാത്സ് ആയിക്കോട്ടെ, കറണ്ട് അഫെയർസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഡൗട്ടുകളുണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 1-to-1 മെന്റർഷിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. ടോപ്പിക് വൈസ് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മോട്ടിവേഷൻ സക്സസ് എക്സ്പേർട്സ് ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോരുത്തരും വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ അതായത് എക്സാം പ്രിപ്പയർ ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ വിടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ IB സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ACDB അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എന്താണ് കോഴ്സുകൾ വന്നിട്ട് ഒരുപാട് സംശയം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ എന്ത് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ, ഈ പറയുന്ന 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എനിക്ക് എന്ത് പറ്റിയ സംശയം ഉണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് 9995467246 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഏത് സംശയത്തിനുള്ള ഉത്തരം എന്ത് അവിടെ നിന്ന് ലഭിക്കുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.